പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യസ് 5:17 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. ഞാനിങ്ങനെ നോക്കുന്ന നേരത്ത് എന്റെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 2 കൈയും 2 കാലും തന്നെയാണ്, 2 കണ്ണും 1 മൂക്കും തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷെ തിരുവചനം പറയുന്നത് എങ്ങനെയാകുന്നു, ക്രിസ്തുവിലായിരിക്കുന്ന നിന്റെ അകത്തെ ആത്മാവ് ഇപ്പൊ പഴയതല്ല, പുതിയതാണ്. പഴയ ആത്മാവ് മരണത്തിന്റെയും ശാപത്തിന്റെയും നിയമത്തെ ചുമക്കുന്ന ആത്മാവാണെങ്കിൽ പുതിയ ആത്മാവ് പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ചുമക്കുന്ന ആത്മാവ്. അതായത് ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ ചുമക്കുന്ന ഒരു ആത്മാവാണ് ഇപ്പൊ നിന്റെ അകത്തിരിക്കുന്നത്. പുതിയ സൃഷ്ടിയാണ് നീ. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്ലറയിൽ യേശുവിനെ ഒതുക്കാൻ കഴിയാത്തതുപോലെ നിന്നെയും ഒതുക്കുവാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് യേശുവിനെ തകർത്ത് ഇട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയത്തില്ല. അതുപോലെ ഒരു വിഷയത്തിൽ നിന്നെയും തകർത്തിടാൻ പറ്റത്തില്ല. കാരണം നീ ഇപ്പോൾ ക്രിസ്തുവിനകത്തിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാ. പഴയ തോൽവിയെ ചുമക്കുന്ന ഒരു സൃഷ്ടിയല്ല, പുതിയ ജയത്തെയും ആരോഗ്യത്തെയും സമാധാനത്തെയും സമൃദ്ധിയെയും ചുമക്കുന്ന ഒരു പുതിയ സൃഷ്ടി. ഞാനിത് പറയുന്ന നേരത്ത് വ്യക്തിപരമായി ചിലരോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിലെ അവയവം നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾ പ്രഖ്യാപിക്കുക. നിങ്ങളുടെ കിഡ്നി പുതിയതായിരിക്കുന്നു, നിങ്ങളുടെ ഹാർട്ട് പുതിയതായിരിക്കുന്നു, നിങ്ങളുടെ മനസ്സ് പുതിയതായിരിക്കുന്നു, നിങ്ങളുടെ കണ്ണ് പുതിയതായിരിക്കുന്നു, നിങ്ങളുടെ നാവ് പുതിയതായിരിക്കും. കാരണം നീ ക്രിസ്തുവിലായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ സത്യം തിരിച്ചറിയുക. അവനോട് കൂടെ നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ നിങ്ങൾ ഉയർത്ത് പിതാവിന്റെ വലതുഭാഗത്ത് അവന്റെ അകത്തിരിക്കുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്.